അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫർഗാനയിലെ സെക്കൻഡ് ക്യാമ്പസിലാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് പൂജയാണ്. പൂജ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. മോൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പത്തനംതിട്ട. നാട്ടിൽ പത്തനംതിട്ടയാണ്. എങ്ങനെയുണ്ട് ഫർഗാനയിൽ വന്നിട്ട് ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ്? കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ആണ്. ഇവിടുത്തെ ലോക്കൽസിനൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. അതുപോലെ ക്യാമ്പസ് ആണെങ്കിലും നല്ല ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. ടീച്ചേഴ്സ് ആണെങ്കിലും നല്ല സപ്പോർട്ടീവ് ആണ്. മലയാളി സ്റ്റാഫ് ഉണ്ട് നമുക്ക്. കൂടുതലും നമുക്ക് ഇന്ത്യൻ ഫാക്കൽറ്റി ആണ് വരുന്നത്. പിന്നെ കുറച്ച് ലോക്കൽ ഫാക്കൽറ്റീസ് ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല? വേറെ പ്രോബ്ലം. ഇവിടെ വന്നിട്ട് ഉസ്ബെക്കിസ്ഥാനി ഒക്കെ പഠിച്ചായിരുന്നു ലാംഗ്വേജ്? നമുക്ക് ഫസ്റ്റ് ഇയർ കമ്പൽസറി നമുക്ക് ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ട് ബാക്കി പറയുന്നതൊക്കെ. ഓക്കെ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് മോളിപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡൻറ്റ് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഫർഗാനയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ടായിട്ട് പഠിക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ എക്സാംസ് ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മോൾക്ക് പറയാൻ പറ്റുന്നത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം പഠിക്കാനൊക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ ഒക്കുന്ന ടീച്ചേഴ്സാണ്. അതുപോലെ തന്നെ നമ്മളും അതേപോലെ വർക്ക് ചെയ്ത് പഠിക്കണം. ഓക്കെ. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 16 സ്റ്റുഡൻസ് ഒക്കെയാണ് വരുന്നത്, 12 മുതൽ 16 സ്റ്റുഡൻസ് വരുന്നത്. അപ്പോൾ ഓരോ ടീച്ചേഴ്സിനും നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് അറിയാൻ പറ്റും. നെയിം ആയാലും എല്ലാ കാര്യങ്ങളും അക്കാഡമിക്സ് ആണെങ്കിലും എല്ലാവർക്കും അവർക്ക് നമ്മൾ ഓരോരുത്തരെ പറ്റി ഒരു ധാരണ കാണും. അപ്പം ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയാണ് മോളെ? ക്ലൈമറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് വിന്റർ ആണെന്നുള്ളത്. കാരണം സമ്മർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നാട്ടിൽ പോകും. അപ്പോൾ വിന്റർ അത്യാവശ്യം നല്ല തണുപ്പാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തണുപ്പാണ്. നമുക്ക് റൂമിലൊക്കെ ഹീറ്റേഴ്സ് ഒക്കെ അവൈലബിൾ. മന്ത് നീണ്ടു നിൽക്കുമായിരിക്കും വിന്റർ? നമുക്കൊരു സെപ്റ്റംബർ ലാസ്റ്റ് തൊട്ട് തുടങ്ങിയ ഒരു ജനുവരി വരെ ഒരു ഉണ്ടാവും. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഹീറ്ററൊക്കെ അവൈലബിൾ ആണ്. എങ്ങനെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? കോളേജിനകത്ത് തന്നെയാണ് ഹോസ്റ്റൽ? കോളേജിനകത്ത് ഹോസ്റ്റലാണ് വരുന്നത്. നമുക്ക് ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഹോസ്റ്റൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള. മെസ്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? മെസ്സ് നല്ല മെസ്സാണ്. നമുക്ക് ഇന്ത്യൻ ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നന്നായിട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ ലോക്കൽ ഫുഡൊക്കെ നിങ്ങൾ കഴിക്കുമല്ലോ, എങ്ങനെയാ അതിന്റെ ഒരു ഫീലിംഗ്? നമ്മൾ എല്ലാ ലോക്കൽ ഫുഡും നമുക്ക് ചിലവർക്ക് പറ്റും, ചിലർക്ക് പറ്റില്ല. പക്ഷേ എങ്കിലും നമ്മളെല്ലാം ട്രൈ ചെയ്യാം. ഓക്കെ. നന്നായിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇപ്പൊ കേരളത്തിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു. ഇപ്പൊ ഈ ഹോസ്റ്റലിലായാലും മെസ്സ് ഉള്ളത് കാരണം നമുക്ക് എന്തൊക്കെയായിരിക്കും മോളെ ഒരു മെനു വരുന്നത്? അപ്പോൾ നമുക്ക് രാവിലത്തെ മെനു ഒരു ബ്രെഡ് ഓംലെറ്റ്, പാസ്ത, ലവാഷ്, സാൻഡ്വിച്ച് അങ്ങനെയൊക്കെ വരും. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ചപ്പാത്തി, റൈസ് കാണും. അതേപോലെ കറി ചേഞ്ച് ചെയ്തുകൊണ്ടിരും. ദാൽ, രാജ്മ അങ്ങനെയൊക്കെ നോർത്ത് ഇന്ത്യൻ ടച്ചാണ്. നൈറ്റ് ഇതേപോലെ തന്നെ നമുക്ക് ചില സൺഡേയിൽ ബിരിയാണി കിട്ടും. നോൺ വെജ് ഒക്കെ അവൈലബിൾ 2 ദിവസം, വീക്ക്ലി 2 ഡേ നമുക്ക് നോൺ വെജ് ഉണ്ട്. വെനസ്ഡേ ഉണ്ട്, സൺഡേ ഉണ്ട്. ഓക്കെ. നിങ്ങൾ കംഫർട്ടബിൾ ആണ്? ഇവിടുത്തെ ഒരു ലിവിംഗ് കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? കോസ്റ്റ് ഓഫ് ലിവിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ നാട്ടിലെ നമ്മൾ കറക്റ്റ് ഇന്ത്യൻ റുപ്പി വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടെങ്കിലും നമുക്ക് അഫോർഡബിൾ ആണ്. ഓക്കെ. വേറെ പ്രശ്നമൊന്നുമില്ല, അധികം നമുക്ക് പേയ്മെന്റ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ എല്ലാം കൊണ്ട് കംഫർട്ടബിൾ ആണല്ലേ? ഇവിടുത്തെ സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സെലിബ്രേഷൻ നമ്മൾ നാട്ടിൽ നിന്ന് മാറിക്കുമ്പോൾ ഓരോ ഫെസ്റ്റിവലും മിസ്സായും തോന്നും. പക്ഷേ ഇവിടെ അതെല്ലാം നമുക്ക് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഇപ്പൊ കേരളത്തിലായാലും എല്ലാവർക്കും കോമൺ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് കേരള സ്റ്റുഡൻസിന് ഇവിടെ ഹാപ്പിയാണ്. അപ്പൊ ഇനി പുതുതായിട്ട് വരുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് എന്താ പറയാനുള്ളത് ഫർഗാനയെ കുറിച്ച്? നല്ലൊരു കോളേജാണ്. ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അക്കാഡമിക്സ് വൈസ് ആണെങ്കിലും അതേപോലെ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണെങ്കിലും ഹോസ്റ്റലാണെങ്കിലും എല്ലാം കൊണ്ടും നല്ല ഒരു ക്യാമ്പസ് ആണ്. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കട്ടെ, നമ്മളെ സീനിയേഴ്സ് എങ്ങനെയാണ്? അത് ഞാൻ ചോദിക്കാൻ വിട്ടുപോയതാ. സീനിയേഴ്സ് നല്ല ഫ്രണ്ട്ലി ആണ്, സപ്പോർട്ടീവ് ആണ്. എന്തെങ്കിലും ആവശ്യം അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തതും കാര്യങ്ങൾ പറഞ്ഞു തന്നതും എല്ലാം ഹെൽപ്പ് ചെയ്തതും. ഓക്കെ. അപ്പോൾ എല്ലാം കൊണ്ട് നിങ്ങൾ കംഫർട്ടബിൾ ആണ്. ഓക്കെ. അപ്പോൾ എന്തായാലും നല്ലൊരു ലൈഫ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ.